ബോച്ചെ എത്ര കൊലപാതകങ്ങൾ വസ്തുവിന്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഭൂമിയോടൊരു ഭ്രമമുണ്ട്. അപ്പം വസന്തി എന്ന വ്യക്തിയും നാച്ചുറലി അതാണ് കാണിച്ചിരിക്കുന്നത്. കേരള സമൂഹത്തെ ഒട്ടാകെ നമ്മളെ ഞെട്ടിച്ച ഒരു വൻ ദുരന്തമാണ് ഈ സംഭവിച്ചത്. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നിങ്ങൾ ഒരു 5 രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ബോച്ചെ യു ആർ മൈ ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മാമി മൈ ഹീറോ ബോച്ചെ. എന്താണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നായിരിക്കും അല്ലേ? നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംസാര വിഷയമാണ് ഒരു അച്ഛനും അമ്മയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മരിച്ചത്. അപ്പോൾ അതിൽ ബോബി ചെമ്മണ്ണൂർ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പുള്ളിയെക്കുറിച്ച് പറയുമ്പം എല്ലാവരും പറയും ട്രോള്, കുറേ പേര്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിലൊരു പുള്ളിയുടെ ഈ ന്യൂസ് വന്നപ്പം ഒരുത്തൻ എഴുതിയിരിക്കുകയാണ്, ഇവനൊരു പൊട്ടനാണല്ലോ. ശരിയാണ്, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചാരിറ്റി ചെയ്യാൻ നമുക്കൊരു മനസ്സ് വേണമെങ്കിൽ കുറച്ച് പൊട്ടത്തരം വേണം. കാരണം മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ നമ്മുടെ പൈസ തന്നെ മറ്റുള്ളവർക്ക് എടുത്ത് കൊടുക്കുന്ന അതൊരു കാര്യമാണല്ലോ. അപ്പോൾ പൊട്ടനാണ്, സമ്മതിച്ചു. ഇന്ന് എൻ്റെ ഈ ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷൻ തന്നെ നമ്മളിലേക്ക് നെഗറ്റിവിറ്റി കടത്തിവിടാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? ഞാൻ ഈ ഫേസ്ബുക്കിലും ഞാൻ യൂട്യൂബിലും ഒക്കെ കാണുന്ന പല വീഡിയോയുടെ അടിയിൽ ഒക്കെ 95% ഞാൻ മിക്കപ്പോഴും കമൻസ് സ്ക്രോൾ ചെയ്യാറുണ്ട്. കാരണം ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്കോ നിങ്ങൾക്കോ യാതൊരു ആവശ്യമില്ലാത്തടത്തും അഭിപ്രായങ്ങൾ പറയാം. നെഗറ്റിവിറ്റി പാടില്ല. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു നല്ല പ്രവൃത്തി കാണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ് വന്നത്. വെറുതെ ഒരു മനുഷ്യൻ, അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇങ്ങനെ പൊട്ടനെന്ന് വിളിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പൊട്ടൻ ഇതിനകത്ത് ഇടപെടേണ്ടി വന്നത്? അത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ? നമ്മുടെ ഗവൺമെന്റ് തക്കതായ സമയത്ത് ഇടപെടാത്തത് കൊണ്ടാണ് ഈ പുള്ളിക്ക് അതിനകത്ത് ഇടപെടേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രം ബോച്ച ഈസ് മൈ ഹീറോ. ഇനി നമുക്ക് ഈ സംഭവത്തിന്റെ ഫാക്ട്സ് അല്ലെങ്കിൽ വസ്തുതയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ അതിനെ കാണണം. നമ്മൾ വൈകാരിക തലത്തിലേക്ക് നമ്മൾ എടുക്കരുത്. ശരിയാണ്, ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ 2 മക്കളുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു, സമ്മതിച്ചു. പക്ഷേ വസന്ത എന്ന വ്യക്തി കാണിക്കുന്ന തെളിവുകൾ, അതായത് ആ ഭൂമി ഒരു വ്യക്തിക്ക് പട്ടയം കിട്ടിയതാണ്. ആ ഭൂമി കൈമാറി ഈ വസന്ത എന്ന വ്യക്തി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. ഈ കഴിഞ്ഞ 2006 മുതൽ ആണോ 15 വർഷമായിട്ട്, 2006 ആണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ മുതൽ പുള്ളിക്കാരത്തി കരം അടച്ച റെസീറ്റ് പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്രിമത്വം കാണിക്കാത്ത രേഖകളാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചേ മതിയാവും. അപ്പോൾ നമ്മുടെ ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന, അതായത് എത്ര കൊലപാതകങ്ങൾ വസ്തുവിൻ്റെ പേരിൽ നടക്കുന്നു. 1 സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട്, 1 സെന്റ് ഭൂമിക്ക് വേണ്ടി വഴി കൊടുക്കാതെ കെട്ടിയടച്ച് മതിലിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന കണ്ണാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൽ കാണിച്ച ദൃശ്യങ്ങൾ, അതായത് 1 സെന്റ് ഭൂമി കൊടുത്താൽ കിട്ടുന്ന വഴി കൊടുക്കാതിരുന്നിട്ടുള്ള ആൾക്കാരെ ഇട്ട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. അപ്പം നമുക്ക് എല്ലാവർക്കും ഭൂമിയോടൊരു ഭ്രമമുണ്ട്. അപ്പം വസന്തി എന്ന വ്യക്തിയും നാച്ചുറലി അതാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഈ കോളനിയിൽ ഈ നാടാർ സമൂഹത്തിൽപ്പെട്ട ഇവർ 2 പേരും, വസന്തയും ഈ രാജൻ അമ്പിളി ദമ്പതികളും അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ഇനിയും അവിടെ മറ്റ് നാടാർ ഫാമിലികൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ന്യൂസ് കേട്ടറിഞ്ഞ അറിവുകളേ ഉള്ളൂ. എന്തായാലും ഈ രാജൻ അമ്പിളി ദമ്പതികൾക്ക് അവരുടെ കയ്യിൽ സ്റ്റേ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നിയമം പാലിക്കുന്ന പോലീസുകാർക്ക് കുറച്ചുകൂടി ഒന്ന് വൈകിപ്പിക്കാമായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേ കിട്ടുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ജീവൻ പോകത്തില്ലായിരുന്നു. പക്ഷേ അതും എഗെയിൻ എനിക്ക് പോലീസുകാരുടെ എത്രത്തോളം അവർക്കിത് നടപ്പിലാക്കണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഞാനൊരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്, അങ്ങനെ അവർ കുറച്ചൊന്ന് വൈകിപ്പിച്ചിരുന്നെങ്കിൽ അവരിന്നും ജീവനോടെ ഇരുന്നേനെ. എന്തായാലും കേരള സമൂഹത്തെ ഒട്ടാകെ നമ്മളെ ഞെട്ടിച്ച ഒരു വൻ ദുരന്തമാണ് ഈ സംഭവിച്ചത്. ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു ദുരന്തം നമ്മൾ ഒഴിവാക്കണം. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാവരും, അതായത് പഞ്ചായത്താട്ടെ ആരാണോ അതിനകത്ത് ഇടപെടേണ്ടത് അവർ ഇടപെട്ടിരിക്കണം. ഇനിയും ഇങ്ങനത്തെ ഒരു ദുരന്തം നടക്കരുത്. ദിസ് വാസ് എ ബിഗ് ഹ്യൂജ് ഡിസാസ്റ്റർ. അപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു വലിയ ദുരന്തം, അപ്പം നമ്മുടെ ജീവിതത്തിൽ ആർക്കാണെങ്കിലും നമ്മൾക്കൊരു വലിയ ദുഃഖം. ഇതിപ്പോൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 കുട്ടികളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാക്കിയതും അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുത്തിയതുമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂസ് ചാനലുകളും ഈ കണ്ട യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഈ ചാനലുകളുള്ളവരെല്ലാം അവിടെ കയറി ഇറങ്ങുന്നുണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾക്ക് ഒരു ദുഃഖമുണ്ടായാൽ നമ്മൾ ഏതൊരു സാധാരണ വ്യക്തിയും കടന്നു പോകുന്ന സ്റ്റേജുകളാണ് ഡിനയൽ, ആങ്കർ, ബാർഗെയിനിങ്, ഡിപ്രഷൻ, ആക്സെപ്റ്റൻസ്.
ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകാൻ നമ്മൾ ഓരോ വ്യക്തികൾക്കും സമയം വേണം. ഇത് ഞാൻ കണ്ടിടത്തോളം ആ മക്കൾക്ക് ഈ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ രോഷമാണ്. അവർക്ക് ഇതൊന്നും ഒരു എന്താ പറയുക റീകോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ആശ്വസിക്കാനോ ഒന്നിനുമുള്ളൊരു സമയമില്ല. ഈ സമയത്ത് സമൂഹം എന്ന നിലയ്ക്ക് ചുറ്റിനുമുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ കാണിക്കുന്ന ആവേശം കാണിക്കേണ്ടത് അവർക്ക് നല്ല റെസ്റ്റ് കൊടുക്കുക, അവർക്ക് നല്ല ഫുഡ് കൊടുക്കുക, അവരെ ഈ ദുഃഖത്തിലൂടെ ഒന്ന് അവർക്കതൊരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ സഹായം ചെയ്യാനായിട്ട്. അല്ലാതെ ഞാൻ കണ്ടു എത്ര 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 ആൾക്കാരാണ് അവിടെ പോയിട്ട് ഇവരോട് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പൊ മോൻ ഇത് ചെയ്യുക അല്ലേ, അത് ചെയ്യും. നോ, അതല്ല ചെയ്യേണ്ടത്. അവർക്ക് അവരുടേതായ പ്രൈവസി കൊടുക്കണം. അതാരും കൊടുത്തതായി ഞാൻ കണ്ടില്ല. ഈ പണവും സ്വത്തും ഒക്കെ നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യണം, ഒന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് അതിൻ്റെതായ ഒരു മര്യാദ, റെസ്പെക്റ്റ് നമ്മൾ ഓരോരുത്തരും കാണിച്ചിരിക്കണം. ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും നമ്മൾ മലയാളികൾ ഇത് മനസ്സിലാക്കണം. റേറ്റിംഗും മാർക്കറ്റിങ്ങും ഒക്കെ വെറും ബിസിനസ്സാണ്. അല്ലാതെ ഈ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതിനകത്ത് എന്തൊരു ആത്മാർത്ഥതയായിരിക്കും അവർക്ക്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല കാണിക്കുക. ഈ ഒരു വിഷയം കോടതി നിഷ്പക്ഷമായിട്ട് ഒരു വിധി നിർണ്ണയിക്കട്ടെ. എനിക്ക് ഒരുപാട് വേദനയുണ്ട് ആ മക്കളുടെ കാര്യം ആലോചിച്ചിട്ട്. കാരണം ഞാനൊരു അമ്മയാണ്. ഞാൻ എൻ്റെ എപ്പോഴും ഉള്ളൊരു എൻ്റെ മനസ്സിലുള്ളത്, അതായത് ഞാനില്ലാതെ ആയാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യും എന്നാണ്. അപ്പോൾ എനിക്ക് ഊഹിക്കാം ആ അച്ഛൻ്റെ അമ്മയുടെ വേദന എന്തായിരുന്നു എന്നുള്ളത്, അവർ ഈ മക്കളെ വിട്ടുപോകുമ്പോൾ. എന്തായാലും നമുക്കൊരു നിഷ്പക്ഷമായ വിധി പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട്, അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കോ അല്ലെങ്കിൽ ട്രോളാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തള്ളലോ ഒന്നുമല്ല. ഇത് പുള്ളി തികച്ചും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മാനവികതയുടെ പേരിലാണ് പുള്ളി ചാരിറ്റി ചെയ്തതെന്ന്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതുപോലെ ചാരിറ്റി ചെയ്യുന്നവരുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന പേരാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. പുള്ളി ഒരുപാട് ക്രിറ്റിസിസത്തിന് ഇരയായിട്ടുണ്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അവർക്ക് നേരായ രീതിയിൽ നിയമത്തിനനുസൃതമായിട്ട് ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. എനിക്കും നിങ്ങൾക്കും, എന്നെ കാണുന്ന നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന എന്നാൽ ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് നിങ്ങൾ പൊട്ടനാണ്, അതാണ് ഇതാണ്, അവൻ പറ്റിച്ചു, ഇവൻ പറ്റിച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? നിങ്ങളൊരു 5 രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. അപ്പം നിങ്ങളെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കടത്താൻ ശ്രമിക്കാതിരിക്കുക. അതാണ് ഏറ്റവും വേണ്ടത്. കാരണം നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകം നശിക്കും. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ലെറ്റ്സ് ഓൾ സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി, ഹെൽപ്പ് അതേഴ്സ്, സ്റ്റേ സേഫ്. Boche, you are my hero. So until we see next time, it's love from me to you. Bye bye.